മൂന്നെണ്ണം ഏതൊക്കെയാണ്? V is equal to V0 plus AT, S equal to V0 T plus half AT square, V square is equal to V0 square plus 2AS. പഠിച്ചതാണല്ലോ. ഇത് മൂന്നും വെച്ച് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G മുകളിലോട്ടാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒരു വസ്തു മുകളിലേക്ക് എറിയുവാണെങ്കിൽ G എങ്ങനെയായിരിക്കും? പോസിറ്റീവ്. ജിയുടെ ഡയറക്ഷൻ ശരിക്കും എങ്ങോട്ടാണ്? ഭൂമിയുടെ സെൻട്രലോട്ടല്ലേ. അപ്പൊ G താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് G പോസിറ്റീവ് തന്നെ. അതറിയത്തില്ല, അപ്പോഴേ തെറ്റി. അപ്പൊ മുകളിലോട്ടാണ് ജിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. തെറ്റിക്കല്ലേ കേട്ടോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഹെഡിങ് തന്നെയുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രീവിയസ് ഇയറിൽ ചോദിച്ച വളരെ ബുദ്ധിപൂർവം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. A stone is projected vertically upward. A stone is projected vertically upward. ഇങ്ങനെയുള്ള പ്രോബ്ലം ആണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത്. കോമ with velocity 60 meter per second, then find A, the maximum height attained. The maximum height attained. അതായത് 60 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ നേരെ മുകളിലോട്ടൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര മീറ്റർ ഹൈറ്റിൽ പോകും? സെക്കൻഡ് ബി, ടൈം ടേക്കൻ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ദ ടൈം ടേക്കൻ ടു റീച്ച് ദ maximum height. Question number 3 or C. What will be the velocity of the body at the maximum point? What will be the velocity of the body at the maximum height? Question number D. കുറച്ചേറെ ചോദ്യമുണ്ട്. At what time will reach the ground? At what time it will reaches to the ground? Question E. What is the total displacement? Question number F. Velocity with which the stone
റീച്ചസ് ടു ദ ഗ്രൗണ്ട്. ചോദ്യം കണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ആകെ പ്രശ്നത്തിലാകുന്നത്. ചോദ്യം എന്നാണ് ഒന്ന് വായിച്ച്. ഒരു സ്റ്റോൺ നമ്മൾ നേരെ മുകളിലോട്ട് എറിഞ്ഞു, അതൊരു മാക്സിമം ഹൈറ്റിൽ ചെന്നാൽ അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എത്ര? ആ ഒരെണ്ണത്തിന്റെ മാത്രം ഉത്തരം ചെയ്യാവോ? എയുടെ ഉത്തരം മാത്രം ഇപ്പോൾ ചെയ്യാവോ? എന്നുവെച്ചാൽ ഇതിങ്ങനെ ABCDEF ആയിട്ട് ഇങ്ങനെ ഇതിനകത്ത് എല്ലാം ചോദിക്കുക, ചിലപ്പോൾ 4 വരെ ചോദിക്കുകയുള്ളൂ. ഓരോ മാർക്കാണെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഈ ഒരെണ്ണം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോൺ 60 മീറ്റർ/സെക്കൻഡിൽ മുകളിലോട്ട് എറിഞ്ഞു. 60 മീറ്റർ/സെക്കൻഡ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ ചെല്ലുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ എസ് എത്രയാന്ന് കണ്ടുപിടിക്കണം. ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു, ഒരു വസ്തു മുകളിലോട്ടാണ് എറിഞ്ഞത്, അപ്പൊ ജിയുടെ വാല്യൂ -9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓർ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എസ് എത്രയാന്ന് കണ്ടുപിടിക്കും. ചെയ്ത് കഴിയുമ്പം പറയണം കേട്ടോ. ഹലോ ആ സർ, ഹലോ, ക്ലിയർ ആവുന്നില്ല. ഇച്ചിരി റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ബുവേറി കാറ്റിന്റെ. ആ ഹലോ, കാർത്തിക്ക് നെറ്റ് കിട്ടും, സ്ക്രീൻ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ശരിയാകും. കാർത്തിയോട് വെയിറ്റ് ചെയ്തോളാൻ പറ. നിങ്ങൾ ചോദ്യം ഇപ്പൊ കാണാവോ? നിങ്ങൾക്ക് ചോദ്യം അങ്ങ് എഴുതിയെടുക്കാവോ? എങ്കിൽ പകുതി പ്രശ്നം തീരും. ഒരു സ്റ്റോൺ മുകളിലോട്ട് എറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എറിഞ്ഞ വെലോസിറ്റി അല്ലേ തന്നേക്കുന്നേ, വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി. അപ്പൊ V0 അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നേക്കുന്നത്? 60 മീറ്റർ/സെക്കൻഡ്. ശരിയല്ലേ? ശരിയല്ലേ? ആക്സലറേഷന്റെ വാല്യൂ എ എത്രയാന്നാ ഞാൻ പറഞ്ഞത്? -9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അതും ശരിയാണല്ലോ. അങ്ങനെയെങ്കിൽ വിയും എയും എസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ ഓരോന്ന് എഴുതി നോക്കണം, എന്നാലേ ഏത് ഇക്വേഷൻ വെച്ചാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിയത്തുള്ളൂ. എസും എയും V0യും തമ്മിലുള്ള ഇക്വേഷൻ ആണ് V² വെരി ഗുഡ്. V² V0² + 2AS. ഇതിനകത്ത് നമുക്ക് V0 അറിയാം, 2 അറിയാം, A അറിയാം, S നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമുക്ക് എന്താണ് അറിയേണ്ട മറ്റൊരു ക്വാണ്ടിറ്റി? ക്യാപിറ്റൽ V അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി അല്ലേ? ഒരു കല്ല് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, മുകളിലോട്ട് എറിഞ്ഞ് ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ചെല്ലുമ്പം അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം എന്നാണ്? അപ്പം മുതൽ അത് തിരിച്ച് പിന്നെ താഴത്തേക്ക് പോരാൻ തുടങ്ങുക. അപ്പൊ V എത്രയാകും? 0. V0 എത്രയാകും? 60. 2A എത്രയാണ്? -8. S കണ്ടുപിടിക്കാലോ. അപ്പൊ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു തരരുത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യവും പറഞ്ഞ് ചോദ്യം വായിച്ചിട്ട് ഉത്തരം അതേ നോക്കി ഇങ്ങനെ എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. മാക്സിമം ഹൈറ്റ് ദൂരം കിട്ടണം, എസ് കിട്ടണം, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഇതുപോലെ എടുത്തെഴുതണം, അതിനകത്ത് എസ്സുമായി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? കിട്ടാത്ത പാരാമീറ്റർ ചോദ്യത്തിൽ എവിടെയെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് നോക്കണം. മാക്സിമം ഹൈറ്റ് എന്നാണ് ഇവിടെ ക്ലൂ അല്ലേ? മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി, ഏറ്റവും ടോപ്പിൽ ചെന്നാൽ കല്ല് പിന്നെ എന്നാ പറ്റും? ഇവിടുന്ന് എറിഞ്ഞ് ഏറ്റവും മുകളിൽ ചെന്നാൽ അവിടുന്ന് പിന്നെ അത് താഴത്തേക്ക് പോരും. അവിടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് പിന്നെ ആക്സലറേഷന്റെ ബേസിൽ മാത്രമേ താഴത്തേക്ക് വരുള്ളൂ.
അപ്പം മുകളിലോട്ട് എറിഞ്ഞത് വെച്ചുള്ള ചോദ്യമാണ്, മുകളിലോട്ട് എറിഞ്ഞ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മുകളിലോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് ജീനെ നെഗറ്റീവ് എടുക്കണം. കാര്യങ്ങൾ മനസ്സിലായില്ലേ? ചെയ്ത് കഴിയുമ്പം പറയണം കേട്ടോ. രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം, 3 പേരും. കാർത്തി ജോയിൻ ചെയ്തല്ലോ. കാർത്തി ഹലോ. കാർത്തി ആൻസറിന്റെ ക്ലൂ കേട്ടായിരുന്നോ? ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പാരാമീറ്റർ പിറക്കി എഴുതി, അതിനകത്ത് നിന്ന് നമുക്ക് എസ് കണ്ടുപിടിക്കണം. എസ് കണ്ടുപിടിക്കാൻ ഒറ്റ ക്ലൂ മാക്സിമം ഹൈറ്റ് എന്നാണ്. ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴത്തേന് വെലോസിറ്റി 0 ആകുന്നതുകൊണ്ടാണ് കല്ലിന് താഴ്ത്തോട്ട് പോരാൻ പറ്റുന്നത്. സോ ദ മാക്സിമം വെലോസിറ്റി ഓർ ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു 0 അറ്റ് ദ ടോപ്പ് മോസ്റ്റ് ഹൈറ്റ്. ചെയ്യും. എങ്ങനെ നിങ്ങൾ ചെയ്തു? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എത്രയാണ്? 0 ഈസ് ഈക്വൽ ടു 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 9.8 ഇൻറ്റു എസ്. 60ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3600 അല്ലേ? അതിന് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 3600. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 9.8 ഇൻറ്റു 2 എത്രയാ? 9 2 18 2 16 19.6 ആണോ? 19.6 ഇൻറ്റു എസ്. അപ്പോൾ എസ് കാണാൻ എന്നാ ചെയ്യണം? ഇപ്പുറത്തോട്ട് കൊണ്ടേ ഹരിക്കണം. മൈനസ് 3600 ഡിവൈഡഡ് ബൈ മൈനസ് 19.6. ആൻസർ എത്ര കിട്ടി? നെഗറ്റീവ് പോസിറ്റീവ് ആയിപ്പോയി. 183.67 മീറ്റർ. വെരി ഗുഡ്. ചെയ്യാൻ പഠിച്ചോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? കാർത്തിക്ക് കിട്ടിയായിരുന്നു ഉത്തരം? കാർത്തി പോയ സമയത്ത് ഇവർ രണ്ടുപേരും ശരിയാക്കി. കിട്ടിയാ? 183.673. വെരി ഗുഡ്. എന്നാ ചാപ്റ്റർ 2 മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാ അടുത്ത ചോദ്യം എഴുത്. അടുത്ത ചോദ്യം വായിച്ചേ. ഐഡിയ വേണം, ഞാൻ പറഞ്ഞുതരാം. ക്ലൂ വല്ലതും വേണമെങ്കിൽ. ഇല്ലെങ്കിൽ തന്നെ ചെയ്യാവോ? അടുത്ത ചോദ്യം എന്നാണ്? ദ ടൈം ടേക്കൻ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ഏറ്റവും മുകളിൽ ചെല്ലാൻ വേണ്ടി എടുത്ത ഹൈറ്റ് എത്രയാണ്? അതായത് ഏറ്റവും മുകളിൽ ചെല്ലാൻ എടുത്ത ഹൈറ്റ് എന്ന് പറയണത്, അല്ല സോറി, ദ ടൈം ടേക്കൻ ടു റീച്ച്. അപ്പൊ ടി കണ്ടുപിടിക്കണം അല്ലേ? ടി കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് അറിയാവുന്ന എന്നാക്കിയുണ്ട്? യു അറിയാം 60, ജി അറിയാം മുകളിലോട്ട് എറിഞ്ഞ് മൈനസ് 9.8. എന്നാൽ ടിയും യുവും എയും ചേരുന്ന ഇക്വേഷൻ ഏതാണ്? V is equal to V0 plus 8. V square is equal to 0 plus 80. V square plus equal to U square plus 80. V equal to U plus 80. അല്ലേടോ T1 ഇക്വേഷൻ. V equal to V0 V0 സോറി. V equal to U plus 80. V എത്രയാണ്? 0 is equal to U എത്രയാ? 60 plus minus 9.8 into T. അങ്ങനെയെങ്കിൽ T കണ്ടുപിടിക്കാമല്ലോ. ഇത് സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്നത് നോക്കി ചെയ്തേ. ഇപ്പം ഞാനും കൂടെ ചെയ്യാം. T കണ്ടുപിടിക്കണം അല്ലേ? ഇതാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. 0 is equal to 60 plus minus 9.8 into T.
60 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്നാവും? -60 ഈസ് ഈക്വൽ ടു -9.8 ഇൻറ്റു ടി. ടി കണ്ടുപിടിക്കണം എന്നാ ചെയ്യണം? -60 ഡിവൈഡഡ് ബൈ -9.8, അതാണ് ടി. രണ്ട് നെഗറ്റീവും തമ്മിൽ വെട്ടിപ്പോകുമല്ലോ. പോസിറ്റീവായി ആൻസർ. പോസിറ്റീവ് എത്രയാണ് ഉത്തരം? 6.12. തെറ്റെങ്ങനെയാന്ന് മനസ്സിലായോ കാർത്തി? നെഗറ്റീവ് വരാൻ പാടുണ്ടോ അവിടെ? ഇല്ല. എവിടുന്ന നെഗറ്റീവ് വന്നേ? 9.8 അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നു. 9.8 അപ്പുറത്തോട്ട് എങ്ങനെയാ കൊണ്ടുപോയത്? ഡിവിഷൻ അല്ലേ അവിടെ വരുന്നുള്ളൂ. ഡിവിഷൻ വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവിനെ കളയോ? ശ്രീലക്ഷ്മിക്ക് എന്നാ പറ്റിയേ? ഞാൻ ടി ഡയറക്റ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ ടീനെ എങ്ങനെയാ ഡയറക്റ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോണേ? 0/t എന്നോ? എന്നാ ഇത് ടീനെ അങ്ങോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോണേ? അല്ല, ഞാൻ ചെറിയൊരു എളുപ്പവഴി നോക്കിയതാ. നേരത്തെ അതുപോലെ ഇതൊക്കെ ശരിയായി. അപ്പൊ ഇപ്പോഴും ശരിയാവുമെന്ന് ഞാൻ അങ്ങനെ കരുതിയില്ല. എപ്പോഴും ശരിയാവില്ല കേട്ടോ. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെ തന്നെ പോകണം. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. 6.12 സെക്കൻഡ്. എന്നാ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഞാൻ തന്നെ പറഞ്ഞേക്കാം. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് ദ മാക്സിമം ഹൈറ്റ്? ഏറ്റവും മുകളിലത്തെ വെലോസിറ്റി എത്രയാണ്? ഏറ്റവും മുകളിലത്തെ വെലോസിറ്റി എത്രയാണ്? 0. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഉത്തരം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ മാക്സിമം വെലോസിറ്റി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് v is equal to 0. അത് ഓൾറെഡി നമുക്കറിയാവുന്ന വെച്ചല്ലേ നമ്മൾ എയും ബിയും ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം എറിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ പോയിന്റിലെ വെലോസിറ്റി എത്രയാന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ആ ഓപ്ഷൻ എ കിടക്കണേ, 1/2 മാർക്കിന് വല്ലതായിട്ട്. അപ്പോഴേ വെലോസിറ്റി എത്രയാന്ന് എഴുതിക്കോണം? 0 എന്ന് എഴുതിക്കോണം. അടുത്ത ചോദ്യം. അറ്റ് വാട്ട് ടൈം ഇറ്റ് വിൽ റീച്ചസ് ടു ദ ഗ്രൗണ്ട്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യു അറിയാം 60. എസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എസ് അവിടെ കിടപ്പുണ്ട്. എസ് എത്ര കിട്ടി? എസ് എത്ര കിട്ടി? എസ് എത്ര കിട്ടി? 183.67 മാത്രം മതിയോ? പോരാ, 2 പ്രാവശ്യം കൂട്ടണ്ടേ? മോളിൽ പോയിച്ച് തിരിച്ചോടെ വരണ്ടേ? അല്ലേ? ഗ്രൗണ്ടിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാല് എറിഞ്ഞെടുത്ത് ഏറ്റവും മുകളിൽ ചെന്നേച്ച് ഏറ്റവും മുകളിൽ നിന്ന് തിരിച്ച് താഴെ വരണം അല്ലേ? അപ്പൊ മീറ്റർ എത്രയായിരിക്കും മൊത്തം? വീണ്ടും ഒരു പ്രാവശ്യമായിട്ട് അത് കൂട്ടണ്ടേ അല്ലേ? ഇനി നമുക്കറിയാം മുകളിലോട്ട് പോയിട്ട് കല്ല് തിരിച്ചു വരുക അല്ലേ? അല്ലെന്നായിന്ന് മുകളിലോട്ട് പോയിട്ട് അവിടുന്ന് ജിയുടെ ഇൻഫ്ലുവൻസ് താഴത്തേക്ക് ചുമ്മാ തിരിച്ചു വരിക. ഈ 3 എണ്ണം വെച്ച് എസ് യു ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇത് വെച്ച് വേണേൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റൂലോ. ജിയുടെ വാല്യൂ അല്ലെ എയുടെ വാല്യൂ അല്ലെ ജിയുടെ വാല്യൂ മുകളിലോട്ട് പോയി തിരിച്ചു വരുന്നതിനാൽ താഴേക്ക് വരുമ്പോൾ ഇൻഫ്ലുവൻസ് നമുക്ക് ഇല്ല, അല്ലെ വെറും ജി ആകും. അതുകൊണ്ട് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ജിനെ വേണേൽ -9.8 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എസ് അറിയാമെങ്കിൽ, യു അറിയാമെങ്കിൽ, എ അറിയാമെങ്കിൽ ടി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്നത് മൊത്തം ഡിസ്റ്റൻസ് എടുക്കുന്നത് തെറ്റിക്കുള്ളൂ. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ കുട്ടികളെ. വീണ്ടും വാട്ട് ഈസ് ദ വാട്ട് ടൈം എന്നാ ചോദിച്ചല്ലേ? ഓക്കെ ടി കണ്ടുപിടിച്ചേ. ഞാൻ അടുത്ത ചോദ്യം ഓർത്തെ, സോറി.
അറ്റ് വാട്ട് ടൈം ഇറ്റ് റീച്ചസ് ടു ദ ഗ്രൗണ്ട്. പെട്ടെന്ന് ചെയ്തേ. ഹലോ, ചെയ്യാൻ തുടങ്ങിയോ? ഹലോ ഹലോ, കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? ഇവിടെ എസ് എന്ന് പറയണ എത്രയായിരിക്കും പിള്ളേരെ? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാകും? 0 ആവും. ശരിയല്ലേ? ഇവിടുന്ന് തുടങ്ങി എതിലേലും പോയി തിരിച്ച് അതേ പോയിന്റിൽ തിരിച്ചു വന്നാൽ അത് മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ആ പോയിന്റ് തന്നെയാണ്. അപ്പൊ എസ് എത്രയാകും? 0 ആകും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ല ചോദ്യം. അതാണ് ഞാൻ അടുത്ത ചോദ്യത്തോട്ട് നോക്കിയപ്പോഴാണ് ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ശ്രദ്ധിച്ചത്. അപ്പം ഇപ്പൊ ഇവിടുന്ന് എറിഞ്ഞേച്ച് ഇങ്ങനെ പോയി വേറൊരു സ്ഥലത്ത് വീഴുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് തിരിഞ്ഞു വളഞ്ഞിങ്ങ് വരുവാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ കേസിൽ മാത്രം കൂട്ടിയാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വാല്യൂ എത്രയാണ്? 0. അപ്പൊ ഇവിടെ എസിന്റെ വാല്യൂ എത്രയാകും? 0 ആകും എസ്. കാർത്തിയും ശ്രീലക്ഷ്മിയും കേട്ടോ എസ് 0 ആകും എന്നുള്ളത്? അതല്ലേ നമ്മൾ പറയണേ, 2 പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ പോയാൽ അത് ഡിസ്റ്റൻസ്, ഇങ്ങനെ പോയാൽ അത് ഡിസ്റ്റൻസ്. പക്ഷേ ഇവിടെ പോയി തിരിച്ച് ഇവിടെ തന്നെ വന്നാൽ അത് ഇനിഷ്യൽ പോയിന്റിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. എന്നാക്കിയുണ്ട്? ടി അറിയത്തില്ല, യു 60, എസ് 0, എ -9.8. ചെയ്തേ. ഇത് മുകളിലോട്ട് പോയി തിരിച്ചു വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അല്ലേ? ഞാനിവിടെ മൈനസ് എടുത്തു, മേ ബി അത് പ്ലസ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തരാം. ഉത്തരം സമയമല്ലേ കണ്ടുപിടിക്കുന്നത്. സമയം എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? സമയം എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? ഇല്ല. അപ്പൊ ടൈം ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ എന്നാ ചെയ്യണം? ആ ഉത്തരോടെ ഒന്ന് എടുത്തെഴുതണം. ടൈം ഡസ് നോട്ട് ബി, you can express that in terms of negative. Time always positive. അപ്പൊ കിട്ടുന്ന ആൻസറിനെ നിങ്ങൾ നെഗറ്റീവിലാണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവിൽ എഴുതിയേക്കുക. അല്ലെങ്കിൽ ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ജീനെ പ്ലസ് എന്ന് ഇട്ടേക്കുക. 2 ഓപ്ഷൻ ഉണ്ട്. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ കുറേ ടെക്നിക്കൽ ആസ്പെക്ട് ഉണ്ട്. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, പോയി തിരിച്ചു വരുന്നത് കൊണ്ട് എസ് 0 ആണ്. ഇനി ചെയ്യും. എസ് ഈക്വൽ ടു, എന്നാ ആൻസർ പറ, ആർക്കാ കിട്ടിയേ? ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. 60 ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് -60 ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു ടി സ്ക്വയർ. ഇവിടെ നിങ്ങൾ ഇതങ്ങ് വെട്ടിക്കളയണം. കണ്ടോ? അപ്പൊ എന്നാ പറ്റി? ടി എന്ന് പറയാൻ ബാക്കിയുള്ളവനെ അങ്ങ് ഉണ്ടായാൽ മതി. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു -60 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 9.8. അതാണ് ടി. 60 2 120. 120 ഡിവൈഡഡ് ബൈ 9.8 എത്ര കിട്ടും? 9.8 എന്ന് പറയുമ്പോൾ ഏകദേശം 10 തന്നെ. 120 ബൈ 10 എന്ന് പറയുമ്പോൾ 12. പിന്നെ ഒരു ഇച്ചിരിയോടെ വരും. 2 12.2 24. ഓക്കെ, ഗുഡ്. 12.24 സെക്കൻഡ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്ത് എഴുതണം? വി ക്യാൻ time always be a positive quantity, so the answer t is equal to 12.24 second. കിട്ടിയോ? കാർത്തിക് കിട്ടിയായിരുന്നല്ലേ? 12.24. ശ്രീലക്ഷ്മി
ഒരു സ്ഥലത്ത് ടി സ്ക്വയർ ഒരു സ്ഥലത്ത് ടിയും കണ്ടേച്ച് നേരെ ഇതിനെ വേറെ ഒന്നും ചെയ്യാൻ പോകരുത്, ഇങ്ങനെ ക്യാൻസൽ ചെയ്യണം. ഇക്വൽ ടുവിന്റെ അപ്പുറം ഇപ്പുറം വേറെ പോസിറ്റീവോ അഡീഷണൽ സബ്സ്ട്രാക്ഷനോ ഒന്നുമില്ല. സോ ഈക്വൽ മൈനസ് അല്ലെ ഇതുകൊണ്ട് ഡിവൈഡ് കൊണ്ട് ഹരിച്ചാൻ വെച്ച് വെട്ടിക്കളഞ്ഞേച്ച് തലതിരിച്ച് റെസിപ്രോക്കലൊക്കെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ എളുപ്പമാണ് ഇത് രണ്ടും കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയണം. ഈ മെത്തേഡിലാണോ കാർത്തി ചെയ്തത്, അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റോടെ കൂടുതൽ വേണ്ടി വരും? ലക്ഷ്മി ഇതുവരെ ആൻസർ വെരി ഗുഡ്. ലക്ഷ്മി ഇതുവരെ ആൻസർ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം കിട്ടിയായിരുന്നു. അപ്പോഴേ പറയണ്ടേ 12.24 ആണോ? അതെ. ശ്രീലോ, ശ്രീലക്ഷ്മിക്കോ? കിട്ടിയായിരുന്നു അല്ലേ? 12.24. വെരി ഗുഡ്. എല്ലാവരുടെ ആൻസർ ശരിയാണ്. വീണ്ടും ഓരോ മാർക്ക് സ്കോർ ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? ചെയ്യാനൊന്നും പോകുന്നില്ല. എത്രയാന്ന് പറഞ്ഞു? അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ക്ലൂ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. വെരി ഗുഡ്. അടുത്ത ചോദ്യം എഴുതിക്കോ. തിരിച്ച് താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി. അത് ഇച്ചിരി ബുദ്ധിപൂർവ്വം ചെയ്യണം. തിരിച്ച് കല്ല് താഴെ വരുമ്പോഴുള്ള വെലോസിറ്റി. അപ്പൊ വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾ തെറ്റിക്കും. വി അറിയത്തില്ല. യു എത്രയാണ്? യു എത്രയാണ്? 60 അല്ല, താഴേന്ന് മുകളിലോട്ട് എറിഞ്ഞതല്ലേ 60. 60 എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? താഴോട്ടിന്ന് മുകളിലോട്ട് എറിഞ്ഞപ്പോഴുള്ള യു 60ഉം മുകളിൽ ചെന്നപ്പോഴത്തെ വി ആയിരുന്നു 0യും അല്ലേ? നീ കല്ല് തിരിച്ച് താഴത്തോട്ട് വരുമ്പോ മുകളിലത്തെ യു എത്രയാടോ? 0 അല്ലേ? തിരിച്ച് ഇങ്ങോട്ടല്ലേ പോനെ? മുകളിലത്തെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0. ഇതാണ് എല്ലാവരും തെറ്റിക്കുന്ന അടുത്ത യു. അപ്പൊ ഇവിടുത്തെ വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കണം. യു എത്രയാണ്? 0. താഴത്തേക്ക് വരുവാണ് ആക്സലറേഷൻ. താഴത്തേക്ക് വരുമ്പോൾ ജീനെ പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ +9.8 ആയിട്ട് കൊടുക്കാം. അപ്പൊ വിയും യു എയും തമ്മിലുള്ള ഇക്വേഷൻ വല്ലതും ഉണ്ടോ? എന്നതാ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പൊ ടിയും കൂടെ വേണ്ടേ? ടി എത്രയാണ്? ടി എത്രയാണ്? ടി എത്രയാണ്? മൊത്തം പോയി തിരിച്ചു വരാൻ ഈ ഡി എ കണ്ടുപിടിച്ച മൊത്തം സമയം എത്രയായിരുന്നു? 12.24 എങ്കിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് മാത്രം വരാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? വെരി ഗുഡ്. 12.24ന്റെ പകുതി ആയിരിക്കും അല്ലേ? അതല്ലേ പകുതി. ഈ ചോദ്യമാണ് പ്രശ്നം. അതിന്റെ പകുതി സമയം മതി. ദാറ്റ് മീൻസ് 6.12 സെക്കൻഡ് മതി. എന്നാൽ വി കണ്ടുപിടിച്ചേ. That is equal to 0 plus 9.8 into 6.12. എത്ര കിട്ടും? അതായത് 6 × 10 60 കിട്ടും അല്ലേ? പിന്നെ ഒരു ഇച്ചിരി കുറയും. ഇച്ചിരി കുറയുമോ? ഇച്ചിരി കുറയുക വെച്ചാൽ 0.8 ആണ് അവിടെ, പക്ഷെ 6നെ കൂടെ ഇച്ചിരി കൂടുതലും ഉണ്ട്. 59 പോയിന്റ് ആണോ 60 പോയിന്റ് ആണോ ഉത്തരം? 9.8 into 6.12 എത്രയാ പിള്ളേരെ? 60നോട് അടുക്കുള്ളൂ. 9.8 അല്ല. അപ്പൊ 59.9 അപ്രോക്സിമേറ്റ്ലി 60 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എറിഞ്ഞപ്പോഴുള്ള യുവും തിരിച്ചു വന്നപ്പം ലാൻഡി വന്നതും ഒരേ സ്പീഡിലല്ലേ അല്ലേ? യു എത്രയായിരുന്നു നമ്മൾ കയ്യിൽ നിന്ന് എറിഞ്ഞത്? 60.
ഒരു കല്ലിങ്ങനെ മുകളിലോട്ട് എറിഞ്ഞാൽ തിരിച്ച് വന്ന് നമ്മുടെ തലയിൽ വീണാൽ നമ്മൾ എത്ര സ്പീഡിൽ എറിയുന്നു അത്രയും സ്പീഡിൽ വന്ന് തലയിൽ വീഴും. നല്ല വേദനയും കൂടെ ആയിരിക്കും. മനസ്സിലായോ? വളരെ നല്ല ഒരു ചോദ്യമായിരുന്നു അത്. 1 2 അല്ല, ABCDEF 6 പാർട്ടുള്ള ചോദ്യമാണ്. ഒരു കാര്യം ചെയ്യൂ, ഈ 60 മാറ്റിയിട്ട് ഒരു വാല്യൂ പറഞ്ഞേ. 80. ആരാ പറഞ്ഞേ? കേട്ടില്ല. കാർത്തിയാണ് പറഞ്ഞത്. അപ്പം 80 മീറ്റർ പെർ സെക്കൻഡില് ഒരു കല്ല് താഴെ നിന്ന് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ചോദ്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലോട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. A മുതൽ F വരെയുള്ള എല്ലാത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങൾ മടുത്തോ? സമയം പോയ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെരി ഗുഡ്. അങ്ങനെ വേണം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡിറൈവ് ദ ഇക്വേഷൻ S equal to ut plus half at square. From the VT graph. ഇത്രേ ഉണ്ടായിരുന്നുള്ള ചോദ്യം. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാങ്ക് മേടിച്ച് ചെയ്യണം. കാണാൻ പഠിക്കാൻ പറയുന്ന ഒരു ഡെറിവേഷനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾ കാണിയല്ല. ഓരോ വർഷം ചോദ്യം നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളും കുഴഞ്ഞു മറിയുന്ന പ്രോബ്ലങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഒരു ഗ്രാഫിൽ നിന്ന് S equal to ut plus half at square എന്ന് പ്രൂവ് ചെയ്യുക. സ്കൂളിൽ ചെയ്യിപ്പിച്ചതല്ലേ ഇത്? അല്ലേ? പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ VT ഗ്രാഫ്. V ഏത് ആക്സിൽ വരയ്ക്കണം പിള്ളേരെ? V ഏത് ആക്സിൽ വരയ്ക്കണം? Y ആക്സിൽ വരയ്ക്കണം അല്ലേ? വെലോസിറ്റി ഈ ആക്സിസിൽ വരയ്ക്കണം. സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിലുള്ള വ്യത്യാസം തിരിച്ചു വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് തെളിയിക്കാൻ പറ്റുന്നത് only in the case of a uniform motion. യൂണിഫോം മോഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? എല്ലാവരും ഇറങ്ങിപ്പോയോ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അല്ലേ? അപ്പം ദാറ്റ് ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഗ്രാഫ് ഇവിടെ 0യിൽ നിന്ന് തുടങ്ങാം, അല്ലെ ആദ്യം ഒരു വെലോസിറ്റിയിലല്ലേ നമ്മൾ എറിയാൻ തുടങ്ങുള്ളൂ. എറിയുമ്പോൾ അതിനൊരു വെലോസിറ്റി കാണും. അപ്പം ഈ വെലോസിറ്റി തുടങ്ങുന്ന ഒരു പോയിന്റ് എന്താ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗ്രാഫിന്റെ വാല്യൂ. ഇതാണ് നമ്മുടെ ഗ്രാഫ്. റോസ് നിറത്തിലുള്ളതാണ് നമുക്ക് കിട്ടിയ ഗ്രാഫ്. അങ്ങനെയെങ്കിൽ ദ ടോട്ടൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. ചാപ്റ്റർ നമ്പർ 6 വർക്ക് എനർജി പവർ കാണുമ്പോൾ വർക്ക് കാണാൻ വേണ്ടിയും ഇതുപോലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് ആണ് വർക്ക്. ഏരിയ അണ്ടർ ദ കർവ് ആണ് നമ്മളുടെ എന്ത്? ടോട്ടൽ വെലോസിറ്റിയുടെ ഗ്രാഫ്. അപ്പം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇതാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും. അപ്പൊ ഇതിനെ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇതാണ് ഇതിനകത്ത് വരുന്ന ടോട്ടൽ ഏരിയ അല്ലേ? ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഈ മഞ്ഞ പോർഷൻ അകത്ത് വരുന്നതാണ് ദ ടോട്ടൽ ഏരിയ അല്ലേ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടം വരെ എടുത്ത ടൈംസ് T എന്ന് ഞാൻ ഉദ്ദേശിച്ചു. തുടങ്ങിയ വെലോസിറ്റിനെ ഞാൻ U എന്ന് എടുത്തു. ഇവിടെ തീർന്ന വെലോസിറ്റിനെ ഞാൻ V എന്ന് എടുത്തു. ഇതിനെ ഞാൻ V എന്ന് എടുത്തു.
ഗ്രാഫ് ഇച്ചിരിയുടെ പൊക്കത്തേക്ക് വരച്ചേക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ കാണാൻ ഒറ്റ മാർഗേ ഉള്ളൂ, ഇതിനെ രണ്ടായിട്ട് മുറിക്കുക. ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ ഇതെന്ത് പറ്റും? ഒരു ചതുരം കിട്ടും അല്ലേ? ഒരു ചതുരായില്ലേ ഇത്? ഈ ചതുരം കിട്ടിയ അതിന്റെ ഏരിയ എത്രയാണ്? നീളം ഗുണം വീതി. അപ്പൊ യു ഇൻറ്റു ടി. ഇതെന്നതാണിത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഇതിന്റെ ഏരിയ എത്രയാണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി ഇത് തന്നെ ബേസ്, ടി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ഏതാണ്? ഇത്രേ ഹൈറ്റ്, വി മൈനസ് യു അല്ലേ? വി മൈനസ് യുവിന് എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെങ്കിൽ വി മൈനസ് യു എത്രയായിരിക്കും? എ ടി. അപ്പൊ അതെങ്ങനെ വരും? ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി അല്ലേ? അപ്പൊ മൊത്തം ഏരിയ കൂട്ടിയെടുക്കാം, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. ഞാൻ സിമ്പിളാന്ന് നോക്കി. ഇത്രയും പോയിന്റ് ഒക്കെ എഴുതി വെക്കണം. ഒരു യൂണിഫോം മോഷന്റെ കേസിൽ ദ ഗ്രാഫ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും along the xy direction. Then the area under the velocity graph gives a total displacement. So the area നമ്മൾ മുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതിന് ഷേപ്പിന് നമുക്ക് ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനെ ഒരു ചതുരമായിട്ട് ഒരു ട്രയാങ്കിളുമായിട്ട് മുറിച്ചു. ചതുരത്തിന്റെ ഇക്വേഷൻ എഴുതി, അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് യു ടി. അതിനുശേഷം ട്രയാങ്കിളിന്റെ എടുത്തു, ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു വീതി ടി ഇൻറ്റു വി മൈനസ് യു. അവിടെ കൊണ്ട് സ്റ്റക്കാക്കി കളയല്ലോ. ഉത്തരം നമുക്കറിയാം എ ടി സ്ക്വയർ എന്നാക്കണം. വി മൈനസ് യു എന്ന് പറയുന്നതിന് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? മനസ്സിലായോ ചോദ്യങ്ങളും ഉത്തരങ്ങളും? ഇനിയുള്ളതെല്ലാം ഇതിനകത്ത് വിയും യുവും തന്നാൽ അത് കണ്ടുപിടിക്കുക, ഇത് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഞാൻ തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്ത്